ഞാൻ നേരത്തെ എണീറ്റതാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടി. അപ്പോഴത്തേന് കുട്ടൂസിന് എന്നെ കണ്ടപ്പോൾ അങ്ങ് വഴക്കാണ് ഗൈസ്. അവൻ്റെ കൂടെ കുറച്ച് നേരം ഞാൻ എന്നും കളിക്കണം രാവിലെ. ഇപ്പോഴാണ് എനിക്ക് സമയമേ ഇല്ല, അതുകൊണ്ട് അവൻ്റെ കൂടെ കളിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അവൻ്റെ കൂടെ ചെന്നില്ലെങ്കിൽ അവൻ അതിലും വലിയ ബഹളം. അപ്പോൾ ഞാൻ എന്നാൽ ചായയൊക്കെ ഉണ്ടാക്കി എന്നാൽ അവൻ്റെ കൂടെ പോയി കുറച്ച് നേരം ഇരിക്കാമെന്നും പറഞ്ഞ് ചായയൊക്കെ ക്ലാസ്സിനകത്ത് എടുത്തിട്ട് അവൻ്റെ കൂടെ പുറത്ത് ഞാൻ കുറേ നേരം ഇരുന്ന് ചായ കുടിച്ചു. അപ്പോഴത്തേനും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നു. പിന്നെ അവിടെ പോയി പുല്ല് തിന്നുന്നു. ഇവരുടെ വയറ്റിനകത്ത് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഇവർ പുല്ല് കഴിക്കുവേ. അത് കഴിഞ്ഞ് അവൻ്റെ കളിപ്പാട്ടം എല്ലാം ആയിട്ട് അവൻ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് ഞാൻ തലേദിവസം അരിഞ്ഞു വെച്ച അവിയലിനുള്ള സാധനങ്ങൾ മഞ്ഞപ്പൊടിക്കകത്തൊക്കെ മുക്കി വെച്ചിരിക്കുമായിരുന്നേ. അതെല്ലാം എടുത്ത് അവിയലിന് വേണ്ടി ഞാനെല്ലാം എടുത്ത് കുക്കറിനകത്താക്കി. പെട്ടെന്ന് അമ്പലത്തിൽ പോകണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ പാത്രത്തിലിട്ട് വേവിക്കാനൊന്നും സമയമില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കുക്കറിനകത്താക്കി വെച്ചു. പിന്നെ ഇഡലിക്കുള്ളതും സാമ്പാറിനുള്ളതും എല്ലാം അരിഞ്ഞ് മൂന്ന് അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കി ഗൈസ്. അത് കഴിഞ്ഞ് ഇത് ഇഡലി മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓർത്തുന്ന ഇനി ചമ്മന്തി വേണം. ചമ്മന്തിയും കൂടി ഇല്ലെങ്കിൽ സാമ്പാറുള്ളപ്പോൾ ചമ്മന്തി വേണം. അപ്പം അന്ന് സമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങളെ എന്നാൽ കാണിക്കാനായിട്ട് ഞാൻ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, തേങ്ങയും നല്ല ജീരകം മാത്രമേ അരയ്ക്കാവുള്ളൂ. ഉള്ളിയോ വെളുത്തുള്ളിയോ ഇതൊന്നും അരയ്ക്കില്ല. അത് തത്തിപ്പൊത്തി വെച്ചിട്ട് പിന്നെ ഇച്ചിരി തൈര് ഒഴിച്ച് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്ന അവിയലിൻ്റെ അതേ ടേസ്റ്റും മണമായിരിക്കും. അതിനുവേണ്ടി നിങ്ങളെ കാണിച്ചത്. എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതെല്ലാം അറിയാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്നെ കളിയാക്കുകയൊന്നും ചെയ്യില്ലേ, ദൈവത്തെ ഓർത്ത്. പിന്നെ ഇഡലി ചമ്മന്തി എല്ലാം ഉണ്ടാക്കി ഗൈസ്.